In the beginning, when God created the heavens and the earth was a formless void, and darkness covered the face of the deep, while a wind from God swept over the face of the waters. Then God said, "Let there be light," and there was light. And God saw that the light was good, and God separated the light from the darkness. God called the light day, and the darkness He called night. And there was evening, and there was morning, the first day. മനുഷ്യ മനസ്സിലെ എക്കാലത്തെയും വലിയ വിസ്മയങ്ങളിലൊന്നാണ് ആകാശക്കാഴ്ചകൾ. ചരിത്രാതീത കാലം മുതൽ ആകാശഗോളങ്ങൾക്ക് പിന്നിലെ അവസാനമില്ലാത്ത ചോദ്യങ്ങൾ മനുഷ്യ മനസ്സുകളെ ചിന്താധീനരാക്കിയിരുന്നു. ആകാശരഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെടുന്നതിനനുസരിച്ച് അത് ഒട്ടേറെ തത്വചിന്തകളിലേക്ക് മനുഷ്യ സമൂഹങ്ങളെ നയിച്ചിട്ടുണ്ട്. അരിസ്റ്റോട്ടലിന്റെ കാലം മുതൽ ഇന്നോളവും പ്രപഞ്ചവിജ്ഞാനിയും മനുഷ്യനു മുന്നിൽ അനന്തമായൊരു സമസ്യ തന്നെയാണ്. ചില സിദ്ധാന്തങ്ങളുടെ വെളിച്ചത്തിൽ പലപ്പോഴായി അതിനെ വിശദീകരിക്കാൻ ചിലർ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അറിയും തോറും ആഴമേറുന്ന അത്ഭുത പ്രതിഭാസമായി പ്രപഞ്ചം ഇന്നും തുടരുന്നു. മനുഷ്യന്റെ ചിന്താശേഷിയുടെ ആഴം വർദ്ധിക്കുന്നതിനനുസരിച്ച് കൂടുതൽ സങ്കീർണമായ വിഷയങ്ങളിൽ അവൻ വ്യാപൃതനാകുന്നു. പറഞ്ഞു കേട്ടവയുടെയും പഠിച്ചവയുടെയും ശരിതെറ്റുകൾ വിശകലനം ചെയ്യാനുള്ള അവൻ്റെ കഴിവാണ് യുക്തിബോധം. അവൻ്റെ ചിന്താശേഷിയുമായി ബന്ധപ്പെട്ട വിശേഷ ബുദ്ധിയാണത്. ശരിയെന്നു തോന്നാത്തവയെ ചോദ്യം ചെയ്യാനുള്ള പ്രവണതയ്ക്ക് പിന്നിൽ സത്യം കണ്ടെത്തുന്നതിനുള്ള ആന്തരിക ചോദന തന്നെയാണ്. അടിസ്ഥാനപരമായി ഓരോ മനുഷ്യ വ്യക്തിത്വങ്ങളുടെയും ഉള്ളിൻ്റെ ഉള്ളിലുയരുന്ന താൻ ആരാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തിനായാണ് അവൻ പ്രപഞ്ചോൽപത്തിയുടെ രഹസ്യം തേടുന്നത്. ദൈവിക ഇടപെടലുകളോടെയാണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വിശുദ്ധ ഗ്രന്ഥം അടിവരയിട്ടുറപ്പിക്കുമ്പോൾ അത് എപ്രകാരമാണ് സംഭവിച്ചതെന്ന് ശാസ്ത്രം വിശദീകരണം നൽകാൻ ശ്രമിക്കുന്നു. പരിമിതമായ ശാസ്ത്രീയ ജ്ഞാനം മാത്രമുണ്ടായിരുന്ന ഒരു കാലത്ത് നിന്ന് തിരിച്ചറിവുകൾ വളരെയേറെ വികസിച്ച കാലത്തെത്തി നിൽക്കുമ്പോൾ ശാസ്ത്രീയ നിരീക്ഷണങ്ങളുടെയും വിശ്വാസബോധ്യങ്ങളുടെയും യാഥാർത്ഥ്യം നാം ഗ്രഹിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. In the beginning, God created the heaven and the earth. And the earth was without form and void, and darkness was upon the face of the deep. And the Spirit of God moved upon the face of the waters. And God said, "Let there be light." And there was light. And God saw the light, that it was good. And God divided the light from the darkness. 1968 ഡിസംബർ 24 അതായത് ക്രിസ്തുമസിൻ്റെ തലേന്ന് അപ്പോളോ 8 ചന്ദ്രപേടകം ആദ്യമായിട്ട് ചന്ദ്രനെ വലം വയ്ക്കുകയാണ്. ഈ പേടകത്തിനുള്ളിലിരുന്നു കൊണ്ട് 3 അമേരിക്കൻ ആസ്ട്രോനോട്ട്സ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. മാനവരാശി മുഴുവൻ ആകാംക്ഷയോടുകൂടി ലൈവായിട്ട് ഈ വചന പാരായണം കേൾക്കുകയാണ്. ഒരുപക്ഷെ ശാസ്ത്ര ഗവേഷണങ്ങളൊക്കെ വലിയ വികാസം കൈവരിച്ച് കഴിയുമ്പോൾ വെളിപാടിൻ്റെ ഉൾക്കാഴ്ചകളെ വലിയൊരളവ് വരെ അവ സാധൂകരിക്കുന്നു എന്നുള്ളതിൻ്റെ പരോക്ഷവും പ്രതീകാത്മകവുമായൊരു സൂചനയായിരിക്കാം ഈ പേടകത്തിനുള്ളിലെ വചനപാരായണം എന്നെനിക്ക് തോന്നുകയാണ്.
നമ്മുടെ ആദ്യത്തെ ഈ എപ്പിസോഡിൽ പ്രപഞ്ചവിജ്ഞാനീയത്തെ സംബന്ധിക്കുന്ന ആദ്യത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുക മഹാവിസ്ഫോടന സിദ്ധാന്തവും ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടി വിവരണവും തമ്മിലുള്ള സാധർമ്മ്യങ്ങളായിരിക്കും. ഇതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടി നമ്മോടൊപ്പമുള്ളത് പ്രഗത്ഭനായ ആസ്ട്രോഫിസിസിസ്റ്റ് തന്നെയായ ശ്രീ ജോ ജേക്കബ് സാറാണ്. ഡോക്ടർ ജോ ജേക്കബ് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ഫിസിക്സ് പ്രൊഫസർ. സരസ്വതി എന്ന സൂപ്പർ ഗാലക്റ്റിക് ക്ലസ്റ്റർ കണ്ടെത്തിയ ശാസ്ത്രസംഘത്തിലെ അംഗം. ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സിൽ ഗവേഷകൻ. ഒട്ടേറെ സയൻസ് ജേണലുകളും ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. എന്താണ് ഈ മഹാവിസ്ഫോടന സിദ്ധാന്തം എന്നുള്ളത് അല്പമായിട്ട് ഒന്ന് വിശദീകരിക്കാമോ? മഹാവിസ്ഫോടന സിദ്ധാന്തം ഇന്ന് ശാസ്ത്രലോകം അംഗീകരിച്ചിരിക്കുന്ന പ്രപഞ്ച സൃഷ്ടിയും പരിണാമത്തെയും സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും ആളുകൾ അംഗീകരിക്കുന്ന ഒരു സിദ്ധാന്തമാണ്. ആ സിദ്ധാന്തപ്രകാരം ആ സിദ്ധാന്തം ആദ്യമായി കൊണ്ടുവന്നത് ലെ മൈത്രേ എന്ന് പറയുന്ന ബെൽജിയൻ പുരോഹിത ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറഞ്ഞു വച്ചത് പ്രപഞ്ചമെല്ലാം ഉണ്ടായത് ഒരു ബിന്ദുവിൽ നിന്നാണ്. ആ ബിന്ദു വികാസം പ്രാപിച്ചാണ് പ്രപഞ്ചം ഇപ്പോൾ കാണുന്ന രീതിയിലേക്ക് പരിണാമം പ്രാപിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. തുടക്കത്തിൽ ഊർജം മാത്രമായിരുന്ന അവസ്ഥയിൽ നിന്ന് പിന്നീട് കണികകൾ ഉണ്ടായി. അതിൽ നിന്നും ഈ പ്രപഞ്ചമെല്ലാം ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്വബലത്തിന് അധിഷ്ഠിതമായി ഉണ്ടാക്കപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ തിയറി അനുസരിച്ച് പറയപ്പെടുന്നത്. 1927 ജോർജസ് ലെമൈത്രേ എന്ന കത്തോലിക്ക പുരോഹിതനായിരുന്ന ശാസ്ത്രജ്ഞനാണ് മഹാവിസ്ഫോടന സിദ്ധാന്തത്തിന് ആധാരമായി മാറിയ പ്രപഞ്ചം വികസിക്കുന്നുവെന്ന ആശയം അവതരിപ്പിച്ചത്. അക്കാലത്ത് പ്രമുഖരായ ശാസ്ത്രജ്ഞരിൽ പലരും ഇത്തരമൊരാശയത്തെ ഗൗരവമായി എടുത്തിരുന്നില്ല എങ്കിലും 1929 എഡ്വിൻ ഹബിളിന്റെ സ്ഥിരീകരണത്തോടെ ബിഗ് ബാങ് തിയറി പരക്കെ അംഗീകരിക്കപ്പെട്ടു തുടങ്ങി. ഈ തിയറി അനുസരിച്ച് 1280 കോടിയിലേറെ വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു വിസ്ഫോടനത്തോടെ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടു എന്ന് ശാസ്ത്രം വിശദീകരിക്കുന്നു. ഇന്നും ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് മഹാവിസ്ഫോടനത്തിന് മുമ്പുണ്ടായിരുന്ന സിംഗുലാരിറ്റി എന്ന അവസ്ഥ. ഈ പ്രപഞ്ചത്തിന്റെ ആദ്യ ബിന്ദുവിനെ സിംഗുലാരിറ്റി എന്നാണല്ലോ ആ ഊർജ അവസ്ഥയെ ഭൗതികശാസ്ത്രം ആസ്ട്രോഫിസിക്സ് വിശേഷിപ്പിക്കുന്നത്. ഈ സിംഗുലാരിറ്റി എന്ന് പറയുന്നത് തന്നെ ശാസ്ത്രത്തിൽ അറിയപ്പെടുന്ന പ്രാപഞ്ചിക നിയമങ്ങളുടെയൊക്കെ ഒരു അതിർവരമ്പായിട്ട് പറയപ്പെടുന്നുണ്ടല്ലോ, ഒരു ബൗണ്ടറി കണ്ടീഷനായിട്ട്. അപ്രകാരത്തിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ബിഗ് ബാങ് സിംഗുലാരിറ്റിയെ മനസ്സിലാക്കേണ്ടത്? ബിഗ് ബാങ് സിംഗുലാരിറ്റി ശാസ്ത്ര രീതി ഇപ്പോൾ അറിയാവുന്ന ഊർജ്ജതന്ത്ര രീതികൾ അനുസരിച്ച് പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷം, അതായത് ഈ ബിഗ് ബാങ് നടന്നതിന് ശേഷം ഏതാണ്ട് 10⁻⁻43, അതായത് വളരെ വളരെ നേരിയ ഒരു സമയത്തിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം ശാസ്ത്രത്തിൻ്റെ ഇപ്പോൾ അറിയാവുന്ന രീതികൾ വെച്ച് നമുക്ക് അതിന് വിശദീകരണം കൊടുക്കാനായിട്ട് പറ്റും. അതിന് മുന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ശാസ്ത്രീയമായി പറയാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ ശാസ്ത്രീയമായി നമുക്ക് പറയാനാവാത്ത ആ ഒരു സമയത്തിനെ നമ്മൾ ഒരു സിംഗുലാരിറ്റി ആയിട്ടാണ് പറയുന്നത്. നമ്മുടെ ഗാലക്സി ഉൾപ്പെടെയുള്ള സമൂഹം ഒരു ക്ലസ്റ്ററിൻ്റെ ഭാഗമാണ്, ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. അത് ലോക്കൽ ഗ്രൂപ്പ് എന്ന് പറയും, പ്രാദേശിക ഗ്രൂപ്പ്. അത് ഒരു സൂപ്പർ ക്ലസ്റ്ററിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സൂപ്പർ ക്ലസ്റ്ററുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ് പ്രപഞ്ചം. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഗാലക്സികളെല്ലാം അല്ലെന്നുണ്ടെങ്കിൽ ക്ലസ്റ്ററുള്ള ഗാലക്സികളെല്ലാം പരസ്പരം അകന്നുകൊണ്ടിരിക്കുകയാണ്. 1920കളിൽ എഡ്വിൻ ഹബിൾ എന്ന് പറയുന്ന ഒരു ഗവേഷകൻ നടത്തിയ ടെലിസ്കോപ്പ് നിരീക്ഷണത്തിലൂടെയാണ് ഗാലക്സികൾ അകലുന്നതായിട്ട് നമ്മൾ അറിഞ്ഞത്. അതായത് ഗാലക്സികൾ അകലുകയല്ല, ഗാലക്സികൾക്കിടയിലെ സ്പേസ് വർദ്ധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് നമുക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള അറിവാണ് നൽകിയത്. അതായത് ഗാലക്സികൾ അകലുകയാണെങ്കിൽ, സ്പേസ് വർദ്ധിക്കുകയാണെങ്കിൽ പ്രപഞ്ചം വികസിക്കുകയാണ് എന്നുള്ള ഒരു അറിവിലേക്കാണ് എത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനമായി വർത്തിച്ചത് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ്. അപ്പോൾ വികസിക്കുന്ന ഒരു പ്രപഞ്ചം കണ്ടെത്തിയിട്ട് ഏകദേശം 100 വർഷമാകാൻ പോകുന്നു. അപ്പോൾ അതിൽ നിന്ന് ഈ വികസിക്കുന്ന പ്രപഞ്ചമാണെങ്കിൽ നേരത്തെ ഈ ഗാലക്സികളെല്ലാം ഒരു ചെറിയ ഇടത്ത് കൂടിയിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഈ ദ്രവ്യമെല്ലാം ചെറിയ ഒരിടത്ത്, സാന്ദ്രമായ ഒരു ഇടത്തായിരുന്നിരിക്കണം നിലനിന്നത് എന്നുള്ള ആശയത്തിൽ നിന്നാണ് ഈ ബിഗ് ബാങ്ങിൻ്റെ തുടക്കം. അപ്പോൾ അതിസാന്ദ്രമായ ഒരു പ്രദേശം, അതായത് പ്രപഞ്ചത്തിലെ ദ്രവ്യവും സ്ഥലവും
കാലവും എല്ലാം ചേർന്നിരുന്ന ഒരു അതിസാന്ദ്രമായ പ്രദേശം. അതിനെ നമ്മൾ സിംഗുലാരിറ്റി എന്ന് വിളിക്കാം. ഈ സിംഗുലാരിറ്റി എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നാണ് പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം എന്ന് നമ്മുടെ 1950കളിൽ നമ്മുടെ ഗവേഷകർ അനുമാനിച്ചു. പ്രത്യേകിച്ച് ജോർജ് ഗാമോവ്, ആൽഫർ ബെത്തെ തുടങ്ങിയ ആളുകൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു പരിണാമാവസ്ഥകളും വിവരിച്ചു. അതായത് അതിനുശേഷം ദ്രവ്യമുണ്ടായതിൻ്റെ പരിണാമാവസ്ഥകൾ. ബിഗ് ബാങ് തിയറി അവതരിപ്പിക്കപ്പെട്ട് ഒരു നൂറ്റാണ്ടോളമാകുന്ന ഈ കാലഘട്ടത്തിൽ പ്രപഞ്ചോൽപത്തിക്ക് പിന്നിൽ മഹാവിസ്ഫോടനം തന്നെയെന്ന് ഏറെക്കുറെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനും ശക്തമായ തെളിവുകളെ ആധാരമായി ആവശ്യപ്പെടുന്ന ശാസ്ത്രം ഇക്കാലയളവിനുള്ളിൽ മഹാവിസ്ഫോടനത്തിന് വിശ്വസനീയമായ തെളിവുകളായി ചില പ്രതിഭാസങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. ഈ മഹാവിസ്ഫോടനത്തിന് മുമ്പ് കാലവും സ്ഥലവും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ മഹാവിസ്ഫോടനത്തിന് മുമ്പ് എന്തായിരുന്നു എന്നുള്ളതിന് അത്തരം ചോദ്യത്തിന് സാധ്യതയില്ല, അങ്ങനെ ചോദിക്കരുത് എന്നാണ് ഭൗതികശാസ്ത്രം പറയുന്നത്. പ്രപഞ്ചത്തിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ഈ മഹാവിസ്ഫോടനത്തിൽ കൂടെയാണ്. പക്ഷേ മഹാവിസ്ഫോടനത്തിന് ആ പ്രിമീവൽ ആറ്റം എന്ന് പറയുന്നതിൻ്റെ നിലനിൽപ്പ് ഉണ്ടാകണമെങ്കിൽ അതിന് മുമ്പ് സ്ഥലകാലങ്ങളില്ലാതെ സാധിക്കില്ല. പക്ഷേ നമ്മൾ പറയുന്ന ദാറ്റ് ഇസ് ദി പോയിന്റ് വെൻ t = 0 r = 0 സ്പേസും തുടങ്ങുക എന്നുള്ളതാണ്. എന്നാൽ കൂടുതൽ ഗഹനമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പ് ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പ്രപഞ്ചം വികസിക്കുകയും അതുപോലെ തന്നെ ചുരുങ്ങി വരികയും ചെയ്യുന്ന ഒരു പ്രത്യേക വിധത്തിലുള്ള ഒരു അവസ്ഥാവിശേഷം ആയിട്ട് ആൾക്കാർ കണക്കാക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോഴൊരു നമുക്കതിനെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. കാരണം മഹാവിസ്ഫോടനത്തിന് മുമ്പ് എന്തായിരുന്നു. ബിഗ് ബാങ് പൊതുവെ ശാസ്ത്രീയമായിട്ട് അംഗീകരിക്കപ്പെട്ടതും സ്ഥിരീകരിക്കപ്പെട്ടതുമായ ഒരു സിദ്ധാന്തമാണല്ലോ. എന്താണ് ബിഗ് ബാങ്ങിന് ആധികാരികമായിട്ടുള്ള ശാസ്ത്രീയമായ തെളിവുകളെന്ന് കൂടി ഒന്ന് അക്കമിട്ട് പറയാമോ? തീർച്ചയായും അത് പറയാനാവും. 3 പ്രധാനപ്പെട്ട തെളിവാണ്. ധാരാളം തെളിവുകൾ പറയുന്നുണ്ട്. അവയിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് 3 പ്രധാനപ്പെട്ട തെളിവുകളാണുള്ളത്. അതിലൊന്ന് എഡ്വിൻ ഹബിൾ കൊണ്ടുവന്ന പ്രപഞ്ചം വികാസം പ്രാപിക്കുന്നു എന്ന് പറയുന്ന ഒരു തെളിവാണ്. ഒന്നാമത്തെ തെളിവായിട്ട് പറയാവുന്നത് ആ ഒരു പ്രപഞ്ച വികാസത്തിൻ്റെ തെളിവാണ്. അതിനുവേണ്ടി അദ്ദേഹം ഗാലക്സികളെ പഠിക്കുകയുണ്ടായി. വിവിധ ഗാലക്സികളിലേക്കുള്ള ദൂരവും അതോടൊപ്പം തന്നെ അവ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന പ്രവേഗവും മനസ്സിലാക്കി അദ്ദേഹം അതിൽ നിന്നും പ്രപഞ്ചം വികാസം പ്രാപിക്കുന്നു എന്ന് പറയുന്ന ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ് ചെയ്തത്. പ്രപഞ്ചം വികാസം പ്രാപിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് പുറകോട്ട് നമ്മളതിനെ ഒരു സിനിമ പുറകോട്ട് ഓടിക്കുന്ന പോലെ ഓടിച്ചാൽ അത് അവസാനം ഒരു ബിന്ദുവിൽ ചെന്ന് നിൽക്കും എന്നുള്ളത് കൊണ്ട് പ്രപഞ്ചം വികസിക്കുന്നു എന്നുള്ളത് ബിഗ് ബാങ് തിയറിയുടെ ഒന്നാമത്തെ തെളിവായിട്ട് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്, ശാസ്ത്രലോകത്തിന് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ആധുനിക ശാസ്ത്രലോകത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ അവതരിപ്പിച്ച സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ചുവട് പിടിച്ചാണ് പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ പുരോഗമിച്ചത്. തൻ്റെ തിരിച്ചറിവുകളെ സമർത്ഥമായി ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുകയും പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിനു മുതൽ നിലനിൽപ്പിനു വരെ ആധാരമായ പ്രപഞ്ച നിയമങ്ങളെ വിശദീകരിക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പിൽക്കാല ശാസ്ത്ര സമൂഹത്തിന് മുന്നിൽ അനന്ത സാധ്യതകൾ തുറന്നു നൽകി. രണ്ടാമത്തെ തെളിവായി പറയുന്നത് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രപഞ്ചമാകമാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഊർജത്തിൻ്റെ ഒരു പശ്ചാത്തല വികിരണത്തിനെ സംബന്ധിച്ചാണ്. ആ പശ്ചാത്തല വികിരണം ഉണ്ട് എന്നും അവയിൽ ചില വ്യതിയാനങ്ങളുണ്ട് എന്നും ഒക്കെ അടുത്ത കാലങ്ങളിൽ സാറ്റലൈറ്റ് മിഷനിലൂടെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. വിവിധ സാറ്റലൈറ്റ്സ് അത് സൂക്ഷ്മമായി പഠിച്ച് അത് കൃത്യമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് രണ്ടാമത്തെ തെളിവായിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരു ടെലിവിഷൻ സെറ്റ് ഓൺ ചെയ്യുമ്പോൾ ചാനലുകളില്ലെങ്കിൽ അതിൽ കാണുന്ന കുത്തുകളുടെ ഒരു 5% പ്രപഞ്ചമുണ്ടായ സമയത്തെ ആ ഒരു 3,80,000 വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള ആ വികിരണത്തിൻ്റെ അവശിഷ്ടമാണ്. അതിൻ്റെ പേര് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്നാണ്. ഇത് 1950കളിൽ തന്നെ പ്രവചിച്ചതാണ്. അതിൻ്റെ താപനില 5 കെൽവിൻ ആയിരിക്കും എന്ന് ഗാമോവ് പ്രവചിച്ചു. അത് 1964 ബെൽ പരീക്ഷണശാലയിലെ 2 ഗവേഷകർ അത് കണ്ടെത്തി. ഒരു ഹോൺ ആൻറ്റിന പരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് കണ്ടെത്തിയത്. അപ്പോൾ അത് നമ്മൾ തിരക്കിക്കൊണ്ടിരുന്ന ഒരു പ്രാപഞ്ചിക പശ്ചാത്തല വികിരണമാണെന്ന് നമുക്ക് ബോധ്യമായി. പിന്നീട് അത് ബിഗ് ബാങ്ങിൻ്റെ വലിയൊരു തെളിവാണ്. 2.5 പതിറ്റാണ്ടുകൾ നീണ്ട വിവിധ ശാസ്ത്രജ്ഞരുടെ പഠനങ്ങൾക്കൊടുവിൽ 1964
അർണോ പെൻസിയാസ്, റോബർട്ട് വിൽസൺ എന്നീ എഞ്ചിനീയർമാർ ചേർന്നാണ് പശ്ചാത്തല വികിരണത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. ബിഗ് ബാങ്ങിനുള്ള ആധികാരികമായൊരു തെളിവായി അംഗീകരിക്കപ്പെട്ട ഈ കണ്ടുപിടുത്തത്തിന് 1978 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. 1946 ഇത്തരമൊരു പശ്ചാത്തല വികിരണത്തിന്റെ സാന്നിധ്യം ജോർജ് ഗാമോ, റാൽഫ് ആൽഫർ, റോബർട്ട് ഹെർമൻ എന്നീ ശാസ്ത്രജ്ഞന്മാർ പ്രവചിച്ചിരുന്നു. മൂന്നാമത്തെ തെളിവായിട്ടുള്ളത് മൂലകങ്ങളുടെ ഭാരം കുറഞ്ഞ മൂലകങ്ങളായിട്ടുള്ള ഹൈഡ്രജൻ, ഹീലിയം മുതലായവയുടെ പ്രപഞ്ചത്തിലുള്ള അവയുടെ അളവിനെ സംബന്ധിച്ച്, അവയുടെ ഒരു റേഷ്യോ, അവയുടെ ഒരു അനുപാതം എന്ന് പറയുന്നത് ബിഗ് ബാങ് തിയറി അനുസരിച്ച്, സിദ്ധാന്തം അനുസരിച്ച് പറയുന്നതും അല്ലാതെ ശാസ്ത്രജ്ഞന്മാരെ നിരീക്ഷിച്ച് കണ്ടുപിടിക്കുന്നതും തമ്മിൽ വലിയ ഒരു ഐക്യം കാണാൻ കഴിഞ്ഞത് ഈ ബിഗ് ബാങ് അല്ലെങ്കിൽ മഹാവിസ്ഫോടന സിദ്ധാന്തത്തിൻ്റെ വലിയ തെളിവായിട്ട് പറയപ്പെടുന്നു. ഈ മൂന്നെണ്ണമാണ് പ്രധാനമായ തെളിവുകൾ. ഇനിയും മറ്റ് തെളിവുകളും ശാസ്ത്രലോകം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ 1280 കോടി വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച സമാനതകളില്ലാത്ത ഒരു വിസ്ഫോടനം തന്നെയാണ് എന്ന് ശാസ്ത്രജ്ഞർ പൊതുവെ അംഗീകരിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട്. പലപ്പോഴായി വിവിധ ശാസ്ത്രജ്ഞർ നടത്തിയ സങ്കീർണങ്ങളായ അനവധി ഗവേഷണങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യങ്ങൾ ബിഗ് ബാങ് തിയറിക്ക് ബലം നൽകുന്നു. നമുക്ക് ചുറ്റുമുള്ള നക്ഷത്രങ്ങൾക്ക് ഏതാണ്ട് 1250-1300 കോടി വർഷം പ്രായമുണ്ട് ചില നക്ഷത്രങ്ങൾക്ക്. അല്ലെങ്കിൽ വളരെ ദൂരെയുള്ള ക്വാസാറുകൾ, അതുപോലുള്ള വളരെ പഴക്കമേറിയ നക്ഷത്രങ്ങൾ, അതിനും പ്രായമുള്ള നക്ഷത്രങ്ങളെ നമുക്ക് കണ്ടെത്താനായിട്ടില്ല. അപ്പോൾ നമ്മൾ കരുതിയിരുന്നതെല്ലാം ഏകദേശം ശരിയാണെന്നുള്ള ഒരു സൂചനയാണ് നമുക്ക്. മഹാവിസ്ഫോടന സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന് മഹാവിസ്ഫോടനത്തിന് മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതാണ്. ശാസ്ത്രത്തെയും ശാസ്ത്രകാരന്മാരെയും ചിന്തകരെയും സംബന്ധിച്ച് വ്യക്തമായ വിശദീകരണമില്ലാത്ത ഒരു സമസ്യയാണത്. ഊർജം മാത്രമോ, ശൂന്യതയോ, കേവലം ഒരു കണികയോ, അതോ ഇനിയും കണ്ടെത്താത്ത മറ്റൊരു പ്രപഞ്ചത്തിന്റെ സാന്നിധ്യമോ എന്നിങ്ങനെ ശാസ്ത്രം അനന്തമായ ചർച്ചകളിലാണ്. എന്നാൽ ഊർജമായാലും ശൂന്യതയായാലും അവിടെ ദൈവികതയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുന്ന അനേകർ ശാസ്ത്രജ്ഞരിൽ തന്നെയുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളാണല്ലോ ശാസ്ത്രത്തിനും വിശ്വാസത്തിനും ഒരുപോലെ ജിജ്ഞാസ ഉണർത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മഹാവിസ്ഫോടന സിദ്ധാന്തത്തിൻ്റെ വെളിച്ചത്തിൽ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെ സംബന്ധിക്കുന്ന ദാർശനികമോ മതാത്മകമോ ആയ എന്തൊക്കെ അന്തർധാരകളാണ് ജോസാറ് കാണുന്നത് എന്നറിയാൻ ആഗ്രഹമുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ പ്രപഞ്ചത്തിന് കേവലമായ ഒരു ആരംഭമുണ്ട്. ഇത്തരണത്തിലുള്ള കാഴ്ചപ്പാടുകൾ ബിഗ് ബാങ് സിദ്ധാന്തം ഒരു അബ്സല്യൂട്ട് ബിഗിനിങ് ഓഫ് ദി യൂണിവേഴ്സിനെ അംഗീകരിക്കുന്നുണ്ടോ? ഇങ്ങനെ സമാനമായ എന്തൊക്കെ ദാർശനിക അന്തർധാരകളാണ് ബിഗ് ബാങ് തിയറിയിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക? ബിഗ് ബാങ് തിയറി അനുസരിച്ച് ഒരു കേവലമായ ഒരു സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു തുടക്കമുണ്ട് എന്ന് തന്നെ പറയാം. കാരണം അതൊരു ബിന്ദുവിൽ നിന്നാണ് പ്രപഞ്ചം മുഴുവനും വികാസം പ്രാപിച്ചതെന്ന് പറയുമ്പോൾ തന്നെ അത് സൂചിപ്പിക്കുന്ന ഒരു കേവലമായ ഒരു തുടക്കത്തെ തന്നെയാണ്. മാത്രവുമല്ല, തുടങ്ങുന്ന അവസ്ഥയിൽ പ്രപഞ്ചമായിരുന്നത് ഒരു ഊർജ്ജാവസ്ഥയിലായിരുന്നു എന്നാണ് ബിഗ് ബാങ് തിയറി അനുസരിച്ച് പറയുന്നത്. പിന്നീട് നടക്കുന്ന പരിണാമം അനുസരിച്ച് ഊർജ്ജത്തിൽ നിന്നും കണികകൾ രൂപം പ്രാപിച്ച് ആ കണികകൾ ചേർന്ന ആറ്റങ്ങൾ ഉണ്ടായതിനു ശേഷം പിന്നീട് അതിൽ നിന്ന് പരിണാമം പ്രാപിച്ചാണ് ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം ഉണ്ടായത് എന്ന് സിദ്ധാന്തിക്കുന്നു ശാസ്ത്രീയമായി തന്നെ. അങ്ങനെയുള്ള ആ ഒരു പ്രയാണത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൽ കൂടുതൽ നമുക്ക് വെളിവാകുന്നത് തുടക്കത്തിൽ മുതലേ നമുക്ക് ഒരു ഓർഡറിലേക്ക് അല്ലെങ്കിൽ ഒരു ക്രമത്തിലേക്കുള്ള ഒരു പ്രയാണം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആദ്യം വളരെ വലിയ ഊഷ്മാവിൽ ആയിരുന്ന ഒരു ബിന്ദുവിൽ അടങ്ങിയിരുന്ന അതിതീവ്രമായ ഊഷ്മാവും അതോടൊപ്പം തന്നെ ഇൻഫിനിറ്റ് ഡെൻസിറ്റിയും സാന്ദ്രതയും ഉണ്ടായിരുന്ന ഒരു എൻറ്റിറ്റി അത് വികാസം പ്രാപിച്ച്, ആ തുടക്കത്തിൽ അത് ഊർജ്ജമായിരുന്നു, അത് വികാസം പ്രാപിച്ചാണ് ഇതെല്ലാം ഉണ്ടായത് എന്ന് പറയുമ്പോൾ അത് ക്രമാനുഗതം അതിനുശേഷം ഗാലക്സികളും നക്ഷത്രങ്ങളും എല്ലാം അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞത് ഒരു ക്രമത്തിലേക്കുള്ള ഒരു പ്രയാണത്തിനെയാണ് തീർച്ചയായിട്ടും കാണിക്കുന്നത്. അപ്പം ബിഗ് ബാങ് തിയറി ഇത്തരത്തിലുള്ള 2-3 ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് ഒരു ദാർശനികമായ കാഴ്ചപ്പാടിലും നമുക്ക് അത് ഇത്തരത്തിലുള്ള ഒരു ചിന്ത കാണുവാനായിട്ട് കഴിയും പലപ്പോഴും. മഹാവിസ്ഫോടന സിദ്ധാന്തം ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയ കാലം മുതൽ ആ സിദ്ധാന്തം ബൈബിളിലെ സൃഷ്ടി വിവരണത്തെ തള്ളിപ്പറയുന്നുവെന്നും അസാധുവാക്കിയിരിക്കുന്നുവെന്നും കരുതിയവർ ഏറെയുണ്ട്. എന്നാൽ ആ സിദ്ധാന്തത്തെയും
ബൈബിളിലെ വിവരണത്തെയും ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതിനാൽ സംഭവിക്കുന്ന അബദ്ധം മാത്രമാണത്. വാസ്തവത്തിൽ ഉൽപ്പത്തിയിലെ സൃഷ്ടി വിവരണവും മറ്റ് വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള സമാനമായ ദൈവിക ഇടപെടലുകളുടെ വിവരണങ്ങളും ബിഗ് ബാങ് തിയറി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്ക് വിരുദ്ധമല്ല. അമേരിക്കൻ ചിന്തകനായ മാർക്ക് വില്യം വോർത്തിങ്ങിൻ്റെ അഭിപ്രായത്തിൽ ബിഗ് ബാങ് തിയറി പോലെ ബൈബിളിലെ സൃഷ്ടി സങ്കല്പവുമായിട്ട് അടുത്തു വരുന്ന വേറെ ഒരു ശാസ്ത്ര സിദ്ധാന്തവും തന്നെ ഇല്ല അത്രേ. അതായത് ബിഗ് ബാങ് സിദ്ധാന്തം ബൈബിളിലെ സൃഷ്ടി വിവരണവുമായിട്ട് ഒത്തിരി പൂരകമായിട്ട് വരുന്നു എന്നുള്ളതാണ് പൊതുവെ ദൈവശാസ്ത്രജ്ഞന്മാരുടെയും ചിന്തകരുടെയും ഒക്കെ അഭിപ്രായം. എന്നിരുന്നാൽ പോലും വിശ്വാസികൾ പലരും പൊതുവെ ബിഗ് ബാങ് തിയറിയെ ബൈബിളിന് വിരുദ്ധമായിട്ട് കാണാറുണ്ട്. അത് പലപ്പോഴും ബൈബിളിനെ പറ്റിയുള്ള ഉപരിപ്ലവമായ കാഴ്ചപ്പാടിൽ നിന്നുണ്ടാകുന്ന ഒരു സന്ദേഹമാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും ഈ പ്രപഞ്ചത്തിലും ദൈവത്തിൻ്റെ സ്ഥാനം എന്താണ് എന്നും ദൈവസ്നേഹത്തിൻ്റെയും ദൈവപരിപാലനയുടെയും മഹാത്മ്യം എന്താണ് എന്നും ബൈബിൾ വിവരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ചരിത്ര പശ്ചാത്തലങ്ങളും ശാസ്ത്രചിന്തകളും കണ്ടെത്താൻ കഴിയുമെങ്കിലും ബൈബിൾ ഒരിക്കലും ഒരു ചരിത്ര ഗ്രന്ഥമോ ശാസ്ത്രഗ്രന്ഥമോ അല്ല എന്നത് ഒരു അടിസ്ഥാന യാഥാർത്ഥ്യമാണ്. ബൈബിളിലെ സൃഷ്ടി വിവരണത്തെ ദൈവശാസ്ത്രപരമായിട്ട് സമീപിക്കുമ്പോൾ ബൈബിളിൽ ശരിക്ക് പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെ പറ്റിയുള്ള ഒരു പ്രപഞ്ചവിജ്ഞാനീയപരമായ ഒരു വിവരണമല്ല നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു അസ്ട്രോണോമിക്കൽ ഡിസ്ക്രിപ്ഷൻ അല്ല ബൈബിളിൽ ഉള്ളത്. ബൈബിൾ പണ്ഡിതർ നമുക്ക് പറഞ്ഞു തരുന്നത് ബൈബിളിലെ സൃഷ്ടി വിവരണം എന്ന് പറയുന്നത് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് ഉത്തരമല്ല, നേരെ മറിച്ച് ദൈവജനത്തിൻ്റെ രക്ഷാകര ചരിത്രം എവിടെ നിന്നും ആരംഭിക്കുന്നു എന്നുള്ളതിൻ്റെ വിവരണമാണത്രേ. ദൈവിക വെളിപാടുകളാണ് വിശുദ്ധ ഗ്രന്ഥത്തിന് ആധാരം. ബൈബിളിലെ വിവിധ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ട ഓരോ കാലഘട്ടത്തിലും ആ സമൂഹങ്ങളിൽ ഉണ്ടായിരുന്ന ചില ധാരണകളുടെ സ്വാധീനം രചനകളിൽ കാണാം. വളരെ പ്രത്യേകമായി സൃഷ്ടി വിവരണവുമായും പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങൾ അക്കാലത്തെ പൊതുധാരണകളുടെ അടിസ്ഥാനത്തിലുള്ളവയാണ്. എന്നാൽ അത്ഭുതകരമായി തന്നെ ബൈബിളിൽ വിവരിക്കുന്ന സൃഷ്ടി സംബന്ധമായ പ്രധാന ആശയങ്ങളും ബിഗ് ബാങ് തിയറിയുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട അനുമാനങ്ങളും സമാനതകളുള്ളവയാണെന്ന് കാണാം. ബൈബിളിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും പ്രമേയങ്ങൾ വിഭിന്നങ്ങളായതുകൊണ്ട് ബൈബിളിലെ സൃഷ്ടി വിവരണവും ബിഗ് ബാങ് സിദ്ധാന്തവും തമ്മിൽ ഒരു പൂരകത്വവുമില്ല, അവയ്ക്ക് തമ്മിൽ പരസ്പരം യാതൊന്നുമില്ല എന്നും പറയാൻ വയ്യ. ബൈബിള് സൃഷ്ടി വിവരണത്തിലൂടെ വ്യക്തമായ ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആ സന്ദേശങ്ങളെ മഹാവിസ്ഫോടന സിദ്ധാന്തവും ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ അംഗീകരിക്കുന്നതേ ഉള്ളൂ, സ്ഥിരീകരിക്കുന്നതേ ഉള്ളൂ എന്ന് നേരത്തെ ജോ ജേക്കബ് സാർ നൽകിയ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഒന്നാമതായിട്ട് ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ പ്രപഞ്ചത്തിന് കേവലമായ ഒരാരംഭമുണ്ട്, ഒരു അബ്സല്യൂട്ട് ബിഗിനിങ് ഉണ്ട്. ഇത് തന്നെയാണ് മഹാവിസ്ഫോടന സിദ്ധാന്തവും പറയുന്നത്. പ്രപഞ്ചം ഇറ്റേണലായിട്ട് സനാതനമായിട്ട് നിത്യമായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമല്ല, ഇതിന് ഒരു അബ്സല്യൂട്ട് ബിഗിനിങ് ഉണ്ട്, കേവലമായ ഒരു ആരംഭമുണ്ട് എന്നുള്ളതാ. അത്തരണത്തിൽ പ്രപഞ്ചത്തിൻ്റെ അബ്സല്യൂട്ട് ബിഗിനിങ് എന്നുള്ള കാഴ്ചപ്പാടിൽ ബൈബിളും ബിഗ് ബാങ് തിയറിയും ഒരേ സന്ദേശം തന്നെയാണ് പകർന്നു തരുന്നത്. രണ്ടാമതായിട്ട് ബൈബിള് പറയുന്നത് ശൂന്യതയിൽ നിന്നുള്ള സൃഷ്ടിയെ പറ്റിയാണ്. അതായത് ദൈവം പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് പ്രപഞ്ചത്തിൽ യാതൊന്നും ഉണ്ടായിരുന്നില്ല. മുൻപ് നിലനിന്നിരുന്ന എന്തിൽ നിന്നെങ്കിലും അല്ല ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചെടുക്കുന്നത്. തികഞ്ഞ ശൂന്യതയിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്ന് ദൈവം ലോകത്തെ സൃഷ്ടിച്ചു എന്നാണല്ലോ പറയുന്നത്. ജോസാർ നേരത്തെ നൽകിയ ശാസ്ത്രീയ വിശദീകരണം ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ബിഗ് ബാങ് സിംഗുലാരിറ്റി എന്ന് പറയുന്നത് മുമ്പ് നിലനിന്നിരുന്ന എന്തെങ്കിലും നിന്നുമുണ്ടായ ഒരു ആവിർഭാവമല്ല, അത് കേവലമായ ഒരു ആരംഭം തന്നെയാണ്. മുൻപേ നിലനിന്നിരുന്ന എന്തെങ്കിലും ഒരു പദാർത്ഥത്തിൽ നിന്നോ രൂപരഹിതമായ ഒരു സംഗതിയിൽ നിന്നോ അല്ല പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം. നേരെ മറിച്ച് ആ സിംഗുലാരിറ്റി തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ ആരംഭ ബിന്ദു എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബിഗ് ബാങ് സിദ്ധാന്തവും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു പരിണാമ സിദ്ധാന്തമാണ്. അതായത് ഊർജം പദാർത്ഥമായിട്ട് പരിണമിച്ച് ചെറിയ ചെറിയ ദ്രവ്യരൂപങ്ങളുണ്ടായി ഇന്ന് നമ്മൾ കാണുന്ന ബൃഹത്തായ പ്രാപഞ്ചിക ഘടനയിലേക്കുള്ള
വികാസത്തിൻ്റെ ചരിത്രം കൂടിയാണ്, പ്രപഞ്ചത്തിൻ്റെ വികാസ പരിണാമത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. ബൈബിളിലെ ദൈവശാസ്ത്ര സരണിയും ഇതുമായിട്ട് വലിയൊരളവ് വരെ പൂരകമായിട്ട് പോകുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ശൂന്യതയിൽ നിന്നുള്ള സൃഷ്ടിയുടെ ദൈവശാസ്ത്രപരമായ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അക്കാലത്ത് നിലനിന്നിരുന്ന പ്രാപഞ്ചികമായ കുറേ ദൈവങ്ങളെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പരമകാരുണികനായ ഒരു ദൈവത്തെയാണ് ബൈബിള് അക്ഷരാർത്ഥത്തിൽ ഇവിടെ ആവിഷ്കരിച്ച് കൊണ്ടുവന്നിരുന്നത് എന്ന് പറയുന്നത്. ശൂന്യതയിൽ നിന്നുള്ള ദൈവശാസ്ത്ര സംജ്ഞയുടെ അർത്ഥം എന്ന് പറയുന്നത്, ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാൻ ഒരു കാരണവശാലും നിർബന്ധിതനായിരുന്നില്ല. അതുതന്നെയാണല്ലോ നമ്മൾ മതബോധനത്തിലും പഠിക്കുന്നത്. ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നിന്ന് സമ്പൂർണ്ണ ദാനമായിട്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മുൻപ് നിലനിന്നിരുന്ന ഒന്നിൽ നിന്നുമല്ല പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ബൈബിളിൻ്റെ ഈ കാഴ്ചപ്പാടുമായിട്ട് ഒത്തിരി സമരസപ്പെട്ട് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാലാമതായിട്ടൊരു സമാനത കൂടി മുഖ്യമായിട്ട് നമ്മൾ ഊന്നി പറയുവാനുള്ളത്, മഹാവിസ്ഫോടന സിദ്ധാന്തം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ അനുസ്യൂതമായ ഒരു സൃഷ്ടി ദർശനമാണ്. സിംഗുലാരിറ്റിയിൽ ആരംഭിച്ചെങ്കിലും ഇന്നും ബിഗ് ബാങ് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. പ്രപഞ്ചത്തിന്റെ വികാസം ഇപ്പോഴും അതിദ്രുതം നടന്നുകൊണ്ടിരിക്കുന്നു. ഗാലക്റ്റിക് ക്ലസ്റ്റേഴ്സുകളും ഗ്രഹങ്ങളും ഒക്കെ ഇപ്പോഴും പ്രപഞ്ചത്തിൽ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഓൺഗോയിങ് ഒറിജിനാണ് ബിഗ് ബാങ് സിദ്ധാന്തം എന്ന് പറയുന്നത്. ബൈബിളിലും ഇതേ ദർശനം തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ എല്ലാത്തിൻ്റെയും കേവലമായ ഒരു ആരംഭത്തെ പറ്റി പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു സൃഷ്ടി വിവരണത്തിൻ്റെ പാരമ്പര്യവും ബൈബിളിലുണ്ട്. അതായത് ഓൺഗോയിങ് ക്രിയേഷൻ എന്ന് പറയും. അത് രണ്ടു തരം സൃഷ്ടി വിവരണങ്ങൾ ബൈബിളിലുണ്ട്. ക്രിയാസിയോ ഒറിജിനാൻസ് ആൻഡ് ക്രിയാസിയോ കണ്ടിന്യൂവാൻസ്. ഒറിജിനേറ്റീവ് ക്രിയേഷനും കണ്ടിന്യൂവിങ് ക്രിയേഷനും എന്ന് പറയും. ഈ അനുസ്യൂത തുടർന്നുകൊണ്ടിരിക്കുന്ന സൃഷ്ടി വിവരണത്തെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിലൂടെ സംഭവിക്കുന്ന സൃഷ്ടി എന്ന് പറയുന്നത്. മഹാവിസ്ഫോടന സിദ്ധാന്തം വഴിയായിട്ട് പ്രപഞ്ചം ഇപ്പോഴും പരിണമിച്ചുകൊണ്ടിരിക്കുന്നു, വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഇപ്പോഴും പ്രപഞ്ചത്തിലും ചരിത്രത്തിലും നിരന്തരം പ്രവർത്തന നിരതമാണ് എന്നുള്ള കാഴ്ചപ്പാടിനെയാണ് അത് സാധൂകരിക്കുന്നത് എന്ന് പറയാം. ജോബിൻ്റെ പുസ്തകത്തിലും ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലും രണ്ട് മക്കബായരുടെ പുസ്തകത്തിലും എല്ലാം ഈ ഓൺഗോയിങ് ക്രിയേഷനെ പറ്റിയുള്ള സൃഷ്ടി വിവരണങ്ങൾ ഒത്തിരി സ്പഷ്ടമായിട്ട് ആവിഷ്കരിക്കുന്നുണ്ട്. അങ്ങനെയൊരു ചിന്താധാര കൂടി ബൈബിളിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിസ്തൃത ദൈവശാസ്ത്രജ്ഞനായിരുന്ന തോമസ് അക്വീനാസ് തന്നെ ഈ ദൈവശാസ്ത്ര സരണിയെ ഒത്തിരി വികസിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് പ്രപഞ്ചത്തിലെ സൃഷ്ടാവെന്ന നിലയിലുള്ള സ്ഥാനം എന്ന് പറയുന്നത് ആദിയിലെ സ്ഥാനം മാത്രമല്ല, ഓരോ നിമിഷവും ദൈവം ചരിത്രത്തിലും പ്രപഞ്ചത്തിൻ്റെ പരിണാമത്തിലുമൊക്കെ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് വേണം മനസ്സിലാക്കുവാൻ. ഇത്തരണത്തിലുള്ള ഒത്തിരി സാധർമ്മ്യങ്ങൾ മഹാവിസ്ഫോടന സിദ്ധാന്തവും ബൈബിളും തമ്മിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ആധുനിക ശാസ്ത്രം പ്രപഞ്ച സൃഷ്ടിയെ വിശദീകരിക്കുന്ന ബിഗ് ബാങ് തിയറിയും ക്രൈസ്തവ വിശ്വാസവും തമ്മിൽ പൊരുത്തക്കേടുകളില്ല എന്ന് മാത്രമല്ല, ഒന്ന് മറ്റൊന്നിനെ സാധൂകരിക്കുന്നുവെന്നും ഇവിടെ നാം തിരിച്ചറിയുന്നു. ശാസ്ത്രവും വിശ്വാസവും വിരുദ്ധ ചേരികളിലാണ് എന്ന തെറ്റിദ്ധാരണ വെച്ചു പുലർത്തിക്കൊണ്ട് ശാസ്ത്രീയ നേട്ടങ്ങളെയും വിശ്വാസ സത്യങ്ങളെയും തള്ളിപ്പറയുന്ന അനേകർ ഇന്നും നമുക്കിടയിലുണ്ട്. തുറന്ന മനസ്സോടെ ശാസ്ത്രീയ നിഗമനങ്ങളെയും വിശ്വാസബോധ്യങ്ങളെയും സമീപിക്കാൻ തയ്യാറായാൽ സത്യം അവർ തിരിച്ചറിയുമെന്ന് നിശ്ചയം. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രപഞ്ചത്തെയും ഇതിലെ ക്രമത്തെയും ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ ചെറുപ്പകാലം മുതലേ വിശ്വാസത്തിലേക്ക് ചലിക്കുന്നത് എന്ന് പറയാം. നമ്മെ സാധാരണക്കാരെ സംബന്ധിച്ചുള്ള ഈ പ്രപഞ്ചമെന്ന് പറഞ്ഞാൽ സൂര്യൻ, ചന്ദ്രൻ, കുറച്ച് നക്ഷത്രങ്ങൾ അത്രമാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സൂര്യൻ സൗരയൂഥം അത് മിൽക്കി വേ എന്ന് പറയുന്ന ഒരു ഗാലക്സിയിലാണ്. ഗാലക്സി എന്ന് പറഞ്ഞാൽ നക്ഷത്ര സമൂഹം. അതിനകത്ത് തന്നെ 17,000 കോടി നക്ഷത്രങ്ങളുണ്ടെന്നാണ് പറയുന്നത്. സൗന്ദര്യശാസ്ത്രപ്രകാരം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ഈ പ്രപഞ്ചം വലിയ ഒരു ക്രമത്തെ വിഭാവനം ചെയ്യുന്നുണ്ട്. വലിയ ഒരു ആന്തരിക ക്രമത്തിൻ്റെ ദൃഷ്ടാന്തമാണ് നമ്മുടെ ഈ ബൃഹത്ത് പ്രപഞ്ചം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്
ഒരു ക്രമദാതാവ് ഉണ്ടാകണമെന്ന് ഒരു വാദമുണ്ട്.